Very good evening to all of you. Welcome back to Alpha Analysis Academy. ഇന്റർവ്യൂ സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയിലെ ഒരു ടോപ്പിക് അല്ല, കുറെ അധികം റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് അബൌട്ട് നിയോനെറ്റൽ റെസസിറ്റേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിയോനെറ്റൽ റെസസിറ്റേഷൻ. ഇത് കഴിഞ്ഞ PSC ഇന്റർവ്യൂവില് പലരിടത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ അടുത്തും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇന്ന് ഇതിനെ പറ്റിയിട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. പീഡിയാട്രിക്സിലെ വേറെയും ചെറിയ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുടെ ചോദിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് ഡയറിയുടെ മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചോദിച്ചിട്ടുള്ളത് നിയോനെറ്റൽ റെസസിറ്റേഷൻ ആണ് മെയിൻലി, പിന്നെ പീഡിയാട്രിക് CPR പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ പറഞ്ഞത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ അസസ്മെന്റിൽ ചില ഏരിയാസിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്രയൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ റെസ്പിറേറ്ററിയിലെ ചില ആസ്മാറ്റിക് കണ്ടീഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളും കൂട്ടിച്ചേർത്തിട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സും കൂടെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നിയോനെറ്റൽ റെസസിറ്റേഷനെ പറ്റിയിട്ടാണ്. NICUലൊക്കെ, എസ്പെഷ്യലി NICUലൊക്കെ വർക്ക് ചെയ്യുന്നവര് ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിക്ക് പഠിച്ചിട്ട് പോകണം. കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നിയോനെറ്റൽ റെസസിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് ഒരു 10% നമുക്ക് ഡെലിവറി ടോട്ടൽ ഡെലിവറീസിൽ അറൌണ്ട് 10% ഓഫ് ന്യൂ ബോൺസ്, ഒരു 10% ന്യൂ ബോൺസ് റിക്വയർ സം അസിസ്റ്റൻസ്. ഓക്കെ, ഒരു 10% ഒരു സം അസിസ്റ്റൻസ് വേണം. എന്തിനു വേണ്ടിയിട്ട്? ബ്രത്ത് ബിഗിൻ ചെയ്യാനായിട്ട്. കുട്ടി സ്വന്തമായിട്ട് ബ്രത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു അസിസ്റ്റൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേസമയം ലെസ് ദാൻ 1% മാത്രമാണ് റിക്വയർ ചെസ്റ്റ് കംപ്രഷൻ. ഓക്കെ, ലെസ് ദാൻ 10% മാത്രം മതി നമ്മുടെ ചെസ്റ്റ് കംപ്രഷൻ പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഒക്കെ അല്ലെങ്കിൽ മെഡിക്കേഷൻ ഒക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, ദെൻ ഇതില് മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയോനെറ്റൽ റെസസിറ്റേഷൻ ചെയ്യാനുള്ള മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? വെരി ഗുഡ്, ദാറ്റ് ഈസ് ആസ്ഫിക്സിയ, ബർത്ത് ആസ്ഫിക്സിയ അല്ലേ? എന്താണ് ഈ ആസ്ഫിക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ? വാട്ട് ഡു യു മീൻ ബൈ ആസ്ഫിക്സിയ? ഇനബിലിറ്റി ടു ബ്രീത്ത്. ടേക്ക് സ്പോണ്ടേനിയസ് ബ്രത്ത് അല്ലെ? കുട്ടിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്രത്ത് എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആസ്ഫിക്സിയ അല്ലെ? അപ്പം നമുക്ക് കുട്ടി ബ്രത്ത് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? കുട്ടി ഫസ്റ്റ് ബ്രത്ത് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? അല്ലെ? കുട്ടി കരയുന്നത് എന്താണ്? കുട്ടിയുടെ കരച്ചിലാണ് എന്തെന്ന് പറയുന്നത് കുട്ടി ബ്രത്ത് എന്നുള്ളതിന്റെ സൂചന. ഓക്കെ, അതിന് മാക്സിമം നമ്മൾ കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 90 seconds ഒക്കെയാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കുട്ടി കരഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ദാറ്റ് ഈസ് എക്സ്ട്രീം പ്രിമച്യൂരിറ്റി. എക്സ്ട്രീം പ്രിമച്യൂരിറ്റി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴാണ് നമ്മൾ പ്രിമച്യൂർ എന്ന് പറയുന്നത്? പ്രിമച്യൂർ അല്ലെങ്കിൽ പ്രീടേം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? Less than 72 weeks. 28 weeks. Less than 28 weeks. 72 weeks എന്നൊക്കെ പറയുമ്പോൾ എത്ര മന്തായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. 28 വീക്സിനാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു പാർട്ടിൽ നിന്ന് ചെറിയൊരു ബേസിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂ ബോൺ. ഓക്കെ, ആദ്യം ഇത് പഠിക്കാം. അല്ലാണ്ട് ചിലപ്പം എപ്പോഴാണ് എന്താണ് പ്രീ ടൈം എന്നൊക്കെ ചോദിച്ചിട്ട് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഇംപ്രഷൻ പോവും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിക്ക് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ 3 തരത്തിൽ ഒരു ന്യൂ ബോണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ gestational age. Based on gestational age. Okay. Second one is based on birth weight. Based on
birth weight. Third one is based on both. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും based on birth weight and gestational age. ठीक है, അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ന്യൂ ബോർണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ജസ്റ്റേഷണൽ ഏജ് അല്ലേ, ജസ്റ്റേഷണൽ ഏജ്. ജസ്റ്റേഷണൽ ഏജ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ടേം ബേബി. ഓക്കെ, ടേം ബേബി സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മറുപടി അറിയാം. എനി നിയോനേറ്റ് ബോൺ ബിറ്റ്വീൻ 38 to 42 weeks. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ 41 വീക്സ് പ്ലസ് 6 days അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് പറയാം 38 to 42 വീക്സിന്റെ ഉള്ളിൽ ജനിച്ച കുട്ടികളെയാണ് നമ്മൾ ടേം ബേബി. രണ്ടാമത്തെ ക്ലാസ് പ്രീ ടേം ബേബീസ്. ഓക്കെ, പ്രീ ടേം ബേബി എന്ന് എപ്പോഴാണ് വിളിക്കുന്നത്? എനി നിയോനേറ്റ് ബോൺ ലെസ് 37 weeks, ലെസ് ദാൻ 37 വീക്സിന്റെ കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ അതിന് മുന്നെയാണ് ജനിക്കുന്നുണ്ടെങ്കിൽ that baby is called as preterm baby. ഓക്കെ, ഇനി അടുത്തതാണ് പോസ്റ്റ് ടേം ബേബി. പോസ്റ്റ് ടേം ബേബി നമ്മൾ എപ്പോഴാണ് വിളിക്കുന്നത്? പോസ്റ്റ് ടേം ബേബി എന്ന് വിളിക്കുന്നതാണ് വെരി ഗുഡ്, ആഫ്റ്റർ 42 വീക്സ് അല്ലെ, 42 ആഴ്ച കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ that baby is called as post term baby. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ദി ബർത്ത് വെയിറ്റ്. ബേസ്ഡ് ഓൺ ബർത്ത് വെയിറ്റ്. ഓക്കെ, ബർത്ത് വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ നോർമൽ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പറയുന്നത് 2.5 kg to 3.9 kg ആണ്. ഓക്കെ, ഇഫ് ദ ബേബി ഈസ് ലെസ് ദാൻ 2.5 kg, that is called as in the low birth weight baby. Okay, and if the baby's birth weight is more than 3.9 kg, അല്ലെങ്കിൽ more than 3.9 kg അല്ല 4 kg. Okay, 4 kg, that is called as എന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിനെ പോസ്റ്റ് ടേം ബേബി എന്നല്ല നമ്മൾ വിളിക്കുന്നത്. പോസ്റ്റ് ടേം ബേബിക്ക് ഒരിക്കലും നമുക്ക് 4 kg നിർബന്ധമില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫീറ്റൽ മാക്രോ. വെരി ഗുഡ്, മാക്രോസോമിയ, ഫീറ്റൽ മാക്രോസോമിയ. ഇത് ആർക്കാണ് കാണപ്പെടുന്നത്? ഡയബറ്റിക് മദറിലാണ്. ഓക്കെ, ഡയബറ്റിക് മദറിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? മാക്രോസോമിയ കാണാനായിട്ട് പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഡയബറ്റിക് മദറിൽ മാക്രോസോമിയ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് ഒക്കെ കൂടുതലുള്ള അല്ലെങ്കിൽ ഇവർക്കാണ് കൂടുതലും ഡിഫിക്കൽട്ട് ഡെലിവറീസ് ഒക്കെ നല്ല ചബ്ബിയായിട്ട് കുട്ടികളൊക്കെ ആയിരിക്കും ജനിക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിങ്ങൾക്കറിയോ? പോളിഹൈഡ്രാമിനോസിസ്. പോളിഹൈഡ്രാമിനോസിസ് യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻസുലിൻ ഫ്ലൂയിഡ് സ്വാളോവിങ് കൊണ്ട് നമുക്ക് പിന്നെ എല്ലാ പോളിഹൈഡ്രാമിനോസിസ് കേസിലും കുട്ടിക്ക് 4 kg കൂടുതൽ ഉണ്ടാവും? ഇല്ല. എന്തുകൊണ്ടാണ് GD എന്ന് കാണാനുള്ളത്? നമുക്ക് പ്രഗ്നൻസി ഈസ് എ ഡയബറ്റോജനിക് സ്റ്റേറ്റ് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രഗ്നൻസി ഒരു ഡയബറ്റോജനിക് സ്റ്റേറ്റ് ആവാനുള്ള കാരണം? വെരി ഗുഡ്. എന്ന് വെച്ചാൽ മെയിൻലി ഡ്യൂ ടു ഹോർമോൺസ് അല്ലെ. ഹോർമോൺസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് ആര്? നമ്മുടെ HPL എന്ന് പറയുന്നത്, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ എന്ന് വിളിക്കും. ഈ ഒരു സാധനം നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എല്ലാം തന്നെ എന്തുണ്ടാക്കും? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് പ്രഗ്നൻസി ഈസ് എ ഡയബറ്റോജനിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് പെട്ടെന്ന് അതിന്റെ മുന്നേ തന്നെ ഒരു കുഴപ്പം ഉണ്ടാവൂല, പക്ഷെങ്കിൽ പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് ഡയബറ്റീസ് ആവും. ഓക്കെ, അപ്പോ നമുക്കറിയാം ഡയബറ്റീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടോ കുറയോ? കുറയോ? നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടും. ഓക്കെ, ഇതിൽ 2 തരത്തിലുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആവാം, ടൈപ്പ് 1 പോലെയുള്ള സംഭവത്തിലൊന്നും ഇൻസുലിൻ ഇല്ലാതെ വരാം, അത് വേറൊരു കേസ്. ഞാൻ പ്രഗ്നൻസിയിലെ കാര്യമാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ
പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയാം, അല്ലെങ്കിൽ ഇൻസുലിനെ നമ്മുടെ സെല്ലിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായി പോവുക. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അത്തരത്തില് റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് നമ്മുടെ പാൻക്രിയാസ് കണ്ടമാനം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇത് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേസമയം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസുലിൻ ഒരിക്കലും ബേബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മദറിലെ ഇൻസുലിൻ കൂടിയത് കൊണ്ട് എന്താ പറ്റുന്നില്ല, ഫീറ്റസിന് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്ന്, ഇൻട്രായൂട്രൈൻ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് കാണാൻ പറ്റുന്നില്ല അല്ലെ, കാണൂല. അതേസമയം ഗ്ലൂക്കോസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? മദറിന്റെ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് വെരി ഹൈ ലെവലായിരിക്കും അല്ലെ. മദറിന്റെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഹൈ ലെവലായിരിക്കും. ഈ ഗ്ലൂക്കോസ് തന്നെയാണോ നമ്മുടെ ഫീറ്റസിന് കിട്ടുന്നത്? തീർച്ചയായിട്ടും അല്ലെ. ഈ എത്രയാണോ മദറിന്റെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ്, അതേ ഗ്ലൂക്കോസ് എങ്ങോട്ടേക്കും പോകുന്നുണ്ട്, ഫീറ്റസിലേക്കും പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഫീറ്റസിൽ ഇതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഗ്ലൂക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസുലിനും ഉണ്ട്. ഫീറ്റസിന്റെ പാൻക്രിയാസ് തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മദറിന്റെ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മദറിന്റെ ഇൻസുലിൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനെ നമ്മുടെ പ്ലാസന്റ കടത്തി വിടുന്നില്ല. ഓക്കെ, പക്ഷെങ്കിൽ ഫീറ്റസിന്റെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഷുഗർ ലെവൽ കൂട്ടിക്കിരിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല്, എത്രയാണോ കുട്ടിയിൽ ഗ്ലൂക്കോസ് കൂടിയിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ബേബിയിലും കൂടും. പക്ഷെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക്, അഡൽട്ട് ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത് നിർണ്ണയിക്കുന്ന ആരാണ്? ഗ്രോത്ത് നിർണ്ണയിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. ഗ്രോത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഗ്രോത്ത് ഹോർമോൺ. അതേസമയം നമ്മുടെ പിന്നെ എന്താണ് ഇൻഫാൻസിലല്ല, നമ്മുടെ ഫീറ്റസില് ഗ്രോത്ത് നിർണ്ണയിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ അല്ല, ആരാണ്? ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിൻ ആണ്. ഓക്കെ, അപ്പോ ഷുഗർ ലെവൽ കുറയ്ക്കുകയും ഗ്രോത്ത് കൂട്ടുന്നതും ഒരേ ഹോർമോൺ ആണ്, അതാണ് ഇൻസുലിൻ. അപ്പോ മദറിന്റെ ബോഡിയിൽ നിന്ന് ഗ്ലൂക്കോസ് കൂടുന്തോറും ബേബിന്റെ ബോഡിയിലുള്ള ഇൻസുലിൻ പ്രൊഡക്ഷനും കൂട്ടും. അതുവഴിയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഒരിക്കലും ഈ പിന്നെ പോളിഹൈഡ്രോനോസിസ് ഉള്ള കുട്ടിയിലുള്ള ഇത് ഈ വെള്ളം കുടിച്ചുകൊണ്ടൊന്നുമല്ല, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുടിച്ചുകൊണ്ടൊന്നുമല്ല കുട്ടിയുടെ വെയിറ്റ് കൂടുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പോളിഹൈഡ്രോനോസിസ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഡയബറ്റീസിന്റെ ഒരു കോമൺ മാനിഫെസ്റ്റേഷൻ ആണെന്ത്? പോളിയൂറിയ, പോളിമിക്സി ആൻഡ് പോളിഫാറ്റി അല്ലെ. ഈ പോളിയൂറിയ എവിടെയും കാണാൻ പറ്റും? ഫീറ്റസിലും കാണാനായിട്ട് പറ്റും. ഓക്കെ, ഫീറ്റസിനും ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫീറ്റസും എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള യൂറിൻ പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പം ഫീറ്റൽ യൂറിൻ ആണ് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ മേജർ കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും? നമുക്ക് പോളിഹൈഡ്രോനോസിസ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പോ ഇനി ബേസ്ഡ് ഓൺ ബർത്ത് വെയിറ്റ്, നമ്മൾ ബർത്ത് വെയിറ്റിൽ നിന്നാണ് പോയത്. അപ്പൊ മോർ ദാൻ 4 kg ഈസ് കോൾഡ് ആസ് മാക്രോസോമിയ. ഓക്കെ, ദെൻ ഇനി ഈ ബർത്ത് വെയിറ്റിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ലോ ബർത്ത് വെയിറ്റ് ബേബി. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 2.5 kg ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ലോ ബർത്ത് വെയിറ്റ് ബേബി. ആൻഡ് അഥവാ ലെസ് ദാൻ 1500 gram ആണ്, അല്ലെങ്കിൽ 1.5 kg ആണെന്നുണ്ടെങ്കിൽ we will call it as very low birth weight baby. Okay, very low birth weight baby, VLBW. Okay, ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് if the birth weight is less than 1000 gram or less than 1 kg, that is called as എന്താണ്? That is called as extremely low birth weight baby. Okay, ക്ലിയർ? ദെൻ അപ്പൊ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. അതിനൊരു ഗ്രാഫ് വേണമായിരുന്നു ആക്ച്വലി, അത് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മൂന്നാമത്തെയാണ് ബേസ്ഡ് ഓൺ ബർത്ത് വെയിറ്റ് ആൻഡ് ജസ്റ്റേഷണൽ ഏജ്. ഓക്കെ, ഇതിൽ 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. നിങ്ങൾക്ക് ഇത് ഗ്രാഫ് കണ്ടാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗ്രാഫ് കാണിച്ചു തരാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ്. അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ്. ഓക്കെ, അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു 28 വീക്സിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലെ. ഒരു ലെസ് ദാൻ 2.5 kg ഒക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക.
ഓക്കെ, അപ്പോ നമുക്കിപ്പോ 32 വീക്സിൽ ജനിച്ച കുട്ടീന്റെ വെയിറ്റിൽ നമുക്കൊരു ധാരണ ഉണ്ടാവും അല്ലെ, ഒരു മുൻ ധാരണ ഉണ്ടാവും. 40 വീക്സിൽ ജനിച്ച ഒരു കുട്ടിക്കുള്ള ഒരു ധാരണ ഉണ്ടാവും. ഇനി ഡയബറ്റിക് മദറിന്റെ കുട്ടിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ധാരണ നമുക്കുണ്ട് അല്ലെ. അപ്പം ഓരോ വീക്കിലും എത്ര ബർത്ത് വെയിറ്റ് വേണം എന്നുള്ളത് ജസ്റ്റേഷണൽ ഏജും ബർത്ത് വെയിറ്റും ആയിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പൊ ഓരോ ജസ്റ്റേഷണൽ ഏജിനും കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ഉണ്ട്. ഇനി അതേസമയം അതിനെയാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പെർസെന്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് ദ പെർസെന്റേജ് ഈസ് ബിറ്റ്വീൻ 10th and 19th സെന്റൈൽ. ഒരു ഗ്രാഫ് ആണ് ഈ പെർസെന്റേജ് എന്ന് പറയുന്നത്. പെർസെന്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡെലിവറീസിൽ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇഫ് ദ പെർസെന്റേജ് ഈസ് ബിറ്റ്വീൻ 10th and 19th, ദാറ്റ് ഈസ് കോൾഡ് ആസ് അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ്. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ്. സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ്. സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടി ജനിച്ചത് 40 വീക്സിലാണ്, പക്ഷെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 kg ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാ, അപ്പൊ നമുക്കറിയാം 40 വീക്സിൽ ജനിച്ച ഒരു കുട്ടിക്ക് 2 അല്ലെങ്കിൽ ഒരു 1 kg അല്ലെങ്കിൽ 1.8 kg ഒന്നും പോരാന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പെർസെന്റേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 10th സെന്റൈൽ നമുക്ക് വിളിക്കാം. ഓക്കെ, ലെസ് ദാൻ 10th പെർസെന്റൈൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ്. ഓക്കെ, ഇനി അടുത്തതാണ് ലാർജ് ഫോർ ജസ്റ്റേഷണൽ ഏജ്. ഓക്കെ, ലാർജ് ഫോർ ജസ്റ്റേഷണൽ ഏജ്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ 30 വീക്സിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, പക്ഷെങ്കിൽ ഒരു 3 kg ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ 30 വീക്സിലുള്ള ഒരു കുട്ടിക്ക് 3 kg പൊതുവെ അസാധാരണമാണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ലാർജ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മോർ ദാൻ 19th സെന്റൈൽ. ഇതൊരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതൊരു ഫിക്സ്ഡ് ഗ്രാഫ് ആണ് കേട്ടോ. ഇത് ബേബീസിനനുസരിച്ച് മാറുമൊന്നുമില്ല. ഇതിൽ 2 മാർക്കിങ്സ് ഉണ്ട്. ഒന്ന് 19th പെർസെന്റൈൽ ഉണ്ട് ആൻഡ് 10th പെർസെന്റൈലും കൂടെ ഉണ്ട്. ഓക്കെ, 10th പെർസെന്റൈൽ ഉണ്ട്, 19th പെർസെന്റൈൽ ഉണ്ട്. അപ്പോ ഇതിൽ 3 മാർക്കിംഗ് ഉണ്ട് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ്. ആ ഗ്രാഫ് ഇങ്ങനെയല്ല പോകുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയല്ല പോകുന്നത്. അത് കുറച്ച് വളഞ്ഞിട്ടാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് ഉണ്ട്, ഇവിടെ ഒരു അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ് ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ലാർജ് ഫോർ ജസ്റ്റേഷണൽ ഏജ് ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ വരക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചെന്ന് വിചാരിച്ചു, അതിന്റെ ജസ്റ്റേഷണൽ ഏജ് ഇവിടെ ജസ്റ്റേഷണൽ വീക്സ് നമ്മൾ അടയാളപ്പെടുത്തും, ആൻഡ് നമ്മുടെ ബർത്ത് വെയിറ്റും അടയാളപ്പെടുത്തും. ഇപ്പം 32 വീക്സിൽ ജനിച്ച ഒരു കുട്ടിക്ക് 3 kg ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൂട്ടിമുട്ടിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് 32 വീക്സിൽ ജനിച്ച ഒരു കുട്ടിയാണ്, 3 kg ആണ്. ഈ ലൈൻ ഇങ്ങനെ പോകുന്നു, 32 വീക്സിന്റെ y ആക്സിസ് ഇങ്ങനെയും പോകുന്നു. ഓക്കെ, അപ്പൊ ഇത് ഏതിലേക്കാണ് പോകുന്നത്? ഇത് ഈ ലൈന് വന്ന് കൂട്ടിമുട്ടുന്ന ലൈന് നിൽക്കുന്ന എവിടെയാണ്? ലാർജ് ഫോർ ജസ്റ്റേഷണൽ ഏജിലാണ്. ഓക്കെ, അപ്പൊ ഇത് മോർ ദാൻ 90th സെന്റൈലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് അഥവാ 38 വീക്കിൽ ഒരു കുട്ടി ജനിച്ചു. ഓക്കെ, 38 ഒരു കുട്ടി ജനിച്ചു, പക്ഷെങ്കിൽ ആകെയുള്ള ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് 1500 ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കിക്കേ. ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, എക്സ് ആക്സിസും വൈ ആക്സിസും ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഈ ഗ്രാഫ് കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ബേബിനെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് ആണ്. കാരണം ഇതെന്താണ്? ലെസ് ദാൻ 10th പെർസെന്റൈലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് 36 വീക്സിൽ ഒരു കുട്ടി ജനിച്ചു, ആൻഡ് ബർത്ത് വെയിറ്റ് നമ്മൾ നോക്കിയപ്പം 2.5 kg ആണെന്ന് വിചാരിക്കാം. 2.5 kg ഇങ്ങനെ പോകും, 36 വീക്സ് ഇങ്ങനെ പോരും. ഓക്കെ, അപ്പൊ ഇതെവിടെയാണ് ഇരിക്കുന്നത്? അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ് ആണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ദ 19th പെർസെന്റൈൽ ആൻഡ് 10th പെർസെന്റൈലാണ്. ഓക്കെ, ഇതിന് ഇങ്ങനെയാണ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് നമ്മുടെ പ്രീ ടേം ബേബീസിന്റെ ക്ലാസിഫിക്കേഷൻ. പ്രീ ടേം ബേബീസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചോളാം. എക്സ്ട്രീംലി പ്രീ ടേം എന്ന് പറയുന്നത് ലെസ് ദാൻ 37 വീക്സ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സ്ട്രീംലി പ്രീ ടേം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 28 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ആണ്. ഇന്ത്യയിൽ നമ്മൾ അതിനെ വയബിൾ ആയിട്ട് കണക്കാക്കുന്നില്ല. എന്ന് വെച്ചാൽ കുട്ടി ജീവിക്കാനുള്ള ചാൻസ് വളരെ റെയർ ആണ്. ഓക്കെ, ദെൻ വെരി പ്രീ ടേം എന്ന് പറയുന്നത് എപ്പോഴാണ്? 28 to 32 വീക്സ്. മോഡറേറ്റ് പ്രീ ടേം എന്ന് പറയുന്നത് 32 to 34 വീക്സ്, ആൻഡ് ലേറ്റ് പ്രീ ടേം എന്ന് പറയുന്നത് 34 to 37 വീക്സ്. ക്ലിയർ? ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ നേരത്തെ ടോപ്പിക്കിലേക്ക് വരാം.
നിയോനെറ്റൽ റെസിസിറ്റേഷനിലേക്ക് വരാം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻ എന്തായിരുന്നു? എക്സ്ട്രീം പ്രിമച്യൂരിറ്റി ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് കമ്പോണൻസ് ഓഫ് നിയോനെറ്റൽ റെസിസിറ്റേഷൻ. ഇപ്പം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ ആണ്. ഓക്കെ, അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ ആണ് ഇതൊക്കെ പിന്നെ ഇറക്കുന്നത്. ഓക്കെ, യൂഷ്വലി നമുക്ക് ഈ NRP നിയോനെറ്റൽ റെസിസിറ്റേഷൻ പ്രോഗ്രാം എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഇതുവരെ നമ്മളൊരു 2025 ഒക്ടോബർ വരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്തത് ഇതിന്റെ 8th എഡിഷൻ ആയിരുന്നു. NRP പ്രോഗ്രാമിന്റെ 8th എഡിഷൻ ആയിരുന്നു. ഇപ്പം നമ്മൾ കറന്റ്ലി ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ ഒക്ടോബർ 22 2025 ഒക്ടോബറിൽ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്തു. അന്നേരം 9th എഡിഷൻ NRPയുടെ 9th എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം കമ്പോണൻസ് ഓഫ് നിയോനെറ്റൽ റെസിസിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അഡൽട്ട് CPRന്റെ ഒക്കെ കമ്പോണൻസ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് അതിന്റെ സീക്വൻസ് പോകുന്നത്? അത് എന്താണ് അഡൽട്ട് CPRന്റെ സീക്വൻസ്? ഞാൻ റേഷ്യോയിൽ വെച്ചിരിക്കുന്നത് CAB ആണ് അല്ലെ. നമ്മള് സർക്കുലേഷൻ, എയർവേ, ബ്രീത്തിങ് ആണ്. ഓക്കെ, അതേസമയം നമ്മുടെ നിയോനെറ്റൽ റെസിസിറ്റേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സീക്വൻസ് എങ്ങനെയാണ്? TABC ആണ്. ഓക്കെ, TABC ആണ്. T മീൻസ് ടെമ്പറേച്ചർ. ഓക്കെ, A മീൻസ് എന്താണ്? എയർവേ ആണ്. B മീൻസ് ബ്രീത്തിങ് and C means circulation. Okay, TABC means temperature, airway, breathing and circulation. Okay, ഇപ്പൊ പൊതുവെ ടെമ്പറേച്ചറിന് ഇമ്പോർട്ടൻസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ടെമ്പറേച്ചർ ഹൈപ്പോതെർമിയ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയിൽ ബ്രാഡികാർഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പറേച്ചർ ഓഫ് ലേബർ റൂം എത്രയാണെന്ന് അറിയോ? ടെമ്പറേച്ചർ 27. വെരി ഗുഡ്. ആവറേജ് നമ്മൾ 27ലാണ് കീപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരു റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 26 to 28 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആവറേജ് ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, NICUലെ ടെമ്പറേച്ചർ കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ചും കൂടെ നമ്മൾ AC ടൈപ്പ് ആണ് നമ്മൾ NICUൽ കീപ്പ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? NICUലെ ടെമ്പറേച്ചർ കുറച്ചും കൂടെ ഒരു കോൾഡ് ആണ്. നമ്മളിപ്പോ ഒരു 22ലും 24ലൊക്കെ വെക്കും. എന്തുകൊണ്ടാണ്? എന്താണ്? കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. വെരി ഗുഡ്. NICUലെ എല്ലാ ബേബീസും എങ്ങനെയായിരിക്കും? വാമർ ഉണ്ടാവും. കുട്ടി എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് വാമറിന്റെ അണ്ടറിലായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തുള്ള ഒരു ടെമ്പറേച്ചർ അതിനെ ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ കമ്പോണൻസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഈസ് അബൌട്ട് എങ്ങനെയാണ് നിയോനെറ്റൽ റെസിസിറ്റേഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുക ഈ കുട്ടി ടേം ആണോ എന്നുള്ളത്, ടോണൊക്കെ ഗുഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കാം, ബ്രീത്തിങ് പാറ്റേൺ നോക്കുക, ക്രൈയിങ് നോക്കുക. ഓക്കെ, ഈ 4 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ടേം നോക്കണം, ടോൺ നോക്കണം. ടോൺ എങ്ങനെയാണ്? നമുക്ക് കുട്ടി കൈയൊക്കെ ഇളക്കുന്നുണ്ട്, നല്ല രീതിക്ക് ഇങ്ങനെ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടോൺ എന്ന് പറയുന്നത് ഗുഡ് ആണ്. ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ നോക്കണം, ക്രൈയിങ്ങും നമ്മൾ നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇതെല്ലാം ഗുഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഗുഡ് ആണോ എന്നുള്ളതിന്റെ ഒരു ചോദ്യത്തിൽ നമുക്ക് യെസ് എന്നാണ് ആൻസർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്. കുട്ടി കരഞ്ഞു, ബ്രീത്തിങ് പാറ്റേൺ ഒക്കെ നോർമൽ ആണ്, ടോൺ ആണ്, ടേം ആണ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ റുട്ടീൻ കെയർ. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റുട്ടീൻ കെയർ നടത്തുക എന്നുള്ളതാണ്. റുട്ടീൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ കോഡ് ക്ലാമ്പ് ചെയ്യും അല്ലെ, ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അഥവാ സക്ഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സക്ഷൻ ചെയ്യും, നമ്മൾ ഡ്രൈ ചെയ്യും അല്ലെ, ബേബീനെ ഡ്രൈ ചെയ്യും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇഞ്ചക്ഷൻ വൈറ്റമിൻ കെയും കൂടെ കൊടുക്കും. എന്തിനാണ് നമ്മൾ വൈറ്റമിൻ കെ കൊടുക്കുന്നത് കുട്ടിയില്? നമ്മള് കാരണം എന്തുകൊണ്ടാണ്? കുട്ടിയുടെ ബേബിയുടെ ഗട്സിലുള്ള ബാക്ടീരിയാസ് ഇല്ല. നോർമലി നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഇല്ല. അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ കെ കൊടുക്കണം. വൈറ്റമിൻ കെ എത്ര കൊടുക്കണം കുട്ടിയില്? 0.5 to 1 mg നമ്മൾ കൊടുക്കും. ഇതെങ്ങനെ കൊടുക്കും? ഏത് റൂട്ട് കൊടുക്കും? IV കൊടുക്കും, IM ആയിട്ട് നമ്മൾ കൊടുക്കും. ക്ലിയർ? ഇനി അഥവാ അപ്പം നമ്മള്
ഈ സാധനം ടേം പിന്നെ ക്രൈം ഇതൊക്കെ നോക്കി ഗുഡ് ആണ്, റുട്ടീൻ കെയർ ചെയ്തു. ഇനി അഥവാ നമ്മുടെ ആൻസർ നോ ആണെന്ന് വിചാരിക്കും. ഓക്കെ, നോ ആണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ഇനീഷ്യൽ സ്റ്റെപ്സ്. ഓക്കെ, ഒരു ഇനീഷ്യൽ സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനീഷ്യൽ സ്റ്റെപ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതില് WPSSR ആയിരുന്നു മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, W മീൻസ് നമ്മൾ വാം ചെയ്യുക, കുട്ടീനെ വാമറിലേക്ക് കിടത്താൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഡ്രൈ ചെയ്യാം. ഇനി അടുത്തതാണ് നമ്മൾ പൊസിഷൻ ചെയ്യുക ബേബീനെ. ഓക്കെ, പൊസിഷൻ ചെയ്യാം. കുട്ടിയിലെ നമ്മൾ കൊടുക്കേണ്ട പൊസിഷൻ, നമ്മൾ നിയോനറ്റൽ റെസസിറ്റേഷന് വേണ്ടിയിട്ട് കുട്ടീനെ കിടത്തേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയോ? സ്നിഫിംഗ് പൊസിഷൻ. ഓക്കെ, ദാറ്റ് പൊസിഷൻ ഇസ് കോൾഡ് ആസ് സ്നിഫിംഗ് പൊസിഷൻ. വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്നിഫിംഗ് പൊസിഷൻ? വേറെ എവിടെയെങ്കിലും സ്നിഫിംഗ് പൊസിഷൻ? നമ്മള് പിന്നെ സ്നിഫിംഗ് പൊസിഷൻ അല്ലേ കൊടുക്കുന്നത്? വെരി ഗുഡ്. ET ട്യൂബ് ഇൻറ്റുബേഷന്റെ കേസിൽ നമ്മൾ സ്നിഫിംഗ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സക്ഷനിങ് ആയിരുന്നു. പക്ഷെങ്കിൽ NRP 8th എഡിഷനിൽ നിന്ന് 9th എഡിഷനിലേക്ക് വന്നപ്പോഴത്തേക്കും ഇറ്റ് ഈസ് റുട്ടീൻ സക്ഷൻ ഈസ് റിമൂവ്ഡ്. ഓക്കെ, ഇതിപ്പം റുട്ടീൻ സക്ഷൻ എന്ന് പറയുന്നത് ഇല്ല. റുട്ടീൻ സക്ഷൻ ഈസ് റിമൂവ്ഡ്. ഓക്കെ, ഇത് NRP 9th എഡിഷനിൽ വന്നതാണ്. നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഒന്ന് സക്ഷൻ ചെയ്തു നോക്കുമായിരുന്നു. സിംപ്ലി നമ്മൾ സക്ഷൻ ചെയ്യും. ഓക്കെ, കുട്ടി കരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി അടുത്തതാണ്, അപ്പം സക്ഷൻ അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എവിടെ ചെയ്യണം? മൗത്ത് ചെയ്യണോ നോസ് ചെയ്യണോ? മൗത്ത്. എപ്പോഴും നമ്മള് മൗത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കുട്ടിയുടെ മൗത്തിൽ ചിലപ്പോൾ സെക്രീഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ബാക്കിയൊക്കെ ചിലപ്പം സ്വാളോ ചെയ്ത് പകുതി ആകുമ്പോഴേക്കും ഡെലിവറി ആയിട്ടുണ്ടാവും. അപ്പം അതിന്റെ പകുതി പാർട്സ് ഒക്കെ ചിലപ്പോൾ വായിലുണ്ടാവും. നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വായിലുള്ള സാധനം നേരെ ആസ്പിറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതാണ് സ്റ്റിമുലേഷൻ. ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും ബേബിനെ. എങ്ങനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും? നമ്മൾ രണ്ട് തരത്തിലാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ദാറ്റ് ഈസ് റബ്ബിംഗ് ദ ബാക്ക്. ഓക്കെ, റബ്ബിംഗ് ബാക്ക്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടിക്ലിംഗ് ദ സോൾ. ടിക്ലിംഗ് ദ സോൾ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, ദാറ്റ് ഈസ് റീപൊസിഷൻ. ഓക്കെ, റീപൊസിഷൻ. ക്ലിയർ? ഇനി അഥവാ സക്ഷൻ പ്രഷർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 80 to 100 ആണ്. അതൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. മാക്സിമം നമ്മൾ ന്യൂബോൺസിലേക്ക് കൊടുക്കുന്നത് 100 millimeter ഓഫ് മെർക്കുറി ആണ്. ഓക്കെ, അതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ്. ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അത്ര ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഇനി അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ സ്റ്റെപ്സ് നോക്കി. ഇനീഷ്യൽ സ്റ്റെപ്സിന് നമ്മൾ എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം എടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ വാം ചെയ്യാന്, പൊസിഷൻ ചെയ്യാന്, സക്ഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യാന്, സ്റ്റിമുലേഷൻ ചെയ്യാന്, റീപൊസിഷൻ ചെയ്യാൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം ഉണ്ട്? 5 മിനിറ്റ് ഉണ്ടോ? 10 മിനിറ്റ് ഉണ്ടോ? ഇല്ല. ആകെയില്ല എത്രയാണ്? നമ്മുടെ കയ്യില് 60 seconds ആണ്. ഓക്കെ, 60 seconds ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ മിനിറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഗോൾഡൻ മിനിറ്റ്, ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്തോളാം. നമ്മളെ ഇനീഷ്യൽ സ്റ്റെപ്സ്, നിയോനറ്റൽ റെസസിറ്റേഷനിലെ ഇനീഷ്യൽ സ്റ്റെപ്സിന് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഗോൾഡൻ മിനിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്താണ്? കുട്ടി അഥവാ കരഞ്ഞിട്ടില്ല, ടോണൊന്നും ശരിയില്ല, ബ്രീതിങ് പാറ്റേൺ ശരിയില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്പ് ചെയ്യുന്നു. ഇനി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബേബിന്റെ ഹാർട്ട് റേറ്റ് നോക്കിയോ. ഓക്കെ, ബേബിന്റെ ഹാർട്ട് റേറ്റ് നോക്കുന്നു. നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എത്രയാണ്? 110 to 160 ആണ്. ഓക്കെ, 110 to 160 വരെ നമുക്ക് പോവാം. അതില് മോർ ദാൻ 100 ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു സ്റ്റിമുലേഷൻ ഒക്കെ കിട്ടിയാൽ പൊതുവെ കുട്ടിക്കാരങ്ങളും ഓക്കെ റുട്ടീൻ കെയർ മാത്രം മതി അവർക്ക്. റുട്ടീൻ കെയർ മതി. ഇനി അഥവാ നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 100 to 60 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറൈസേഷൻ ആണ് ലെസ് ദാൻ 68 ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ 3 കാറ്റഗറൈസേഷൻ ആണുള്ളത്. മോർ ദാൻ 100, 100 to 60, അല്ലെങ്കിൽ 60 to 100, അതായിരിക്കും കുറച്ച് കൂടെ നല്ലത്. 60 to 100 ആൻഡ് ലെസ് ദാൻ 100. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഇനി ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മോർ ദാൻ 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വി ഹാവ് ടു ഗോ ഫോർ റുട്ടീൻ കെയർ. ഓക്കെ, ബാക്കിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൈയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി 100 to 60 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? ഓക്കെ, നമ്മൾ 100 ഈ മോർ ദാൻ 100 റുട്ടീൻ കെയർ. ഇനി ഹാർട്ട് റേറ്റ് ലെസ് ദാൻ 60 ആണ്,
സോറി ലെസ് ദാൻ 100 ആണ്, ബട്ട് മോർ ദാൻ 60 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് വെന്റിലേഷൻ. ഓക്കെ, മുന്നേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേം എന്ന് പറയുന്നത് PPV എന്നായിരുന്നു. ദാറ്റ് ഈസ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ആയിരുന്നു. Okay, now it is replaced. Okay, PPV is replaced by the term ventilation. PPV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആംബു ബാഗ് വെച്ച് കൊടുക്കുന്നതിനാണ് നമ്മൾ PPV എന്ന് പറയുന്നത്. അപ്പൊ PPV തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ആംബു ബാഗ് വെച്ച് തന്നെ കൊടുക്കണം എന്നല്ല, കംപ്ലീറ്റ് അങ്ങനെ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഫേസ് മാസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലാരിഞ്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാരിഞ്ചിൽ മാസ്ക് എയർവേകളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ടേം വെന്റിലേഷൻ. അപ്പോ വെന്റിലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 30 to 60. പ്രത്യേകം ശ്രദ്ധിക്കാം, മുന്നേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളെ വെന്റിലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 40 to 60 ആയിരുന്നു. ഇപ്പൊ അത് 30 to 60 ആക്കി. ഓക്കെ, ഫ്രം 40 to 60. ഓക്കെ, breaths per minute. Clear? ഇനി വെന്റിലേഷൻ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് വിത്ത് എ ഫേസ് മാസ്ക് ഓർ സബ്ഗ്ലോട്ടിക് എയർവേ, അല്ലെങ്കിൽ നമുക്ക് ആംബു ബാഗും ഉപയോഗിക്കാം. അത് NRP 9 വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ക്ലിയർ? പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആംബു ബാഗ് തന്നെയാണ്. ഇനി കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ. ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബു ബാഗ് ആണ്. പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേറ്ററിൽ ഇടാം, അതിനെയും പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ തന്നെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ആംബു ബാഗ് കൊടുത്തിട്ട് നമ്മൾ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ആണ് പൊതുവെ ഇനിഷ്യേറ്റ് ചെയ്യാറുള്ളത്. അപ്പം BMV ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷനിലെ കോൺട്രാ ഇൻഡിക്കേഷൻസ് രണ്ടെണ്ണം എന്തൊക്കെയാണത്? ഡയഫ്രമാറ്റിക് ഹെർണിയ, ഡയഫ്രമാറ്റിക് ഹെർണിയ ആൻഡ് esophageal atresia. ഇസോഫാജിയൽ അട്രീഷ്യ അല്ല, നമുക്ക് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം. ഈ രണ്ട് കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ PPV ഒന്നും ഉപയോഗിക്കാൻ പോകരുത്. ഡയറക്ട്ലി വി ഹാവ് ടു ഇന്റുബേറ്റ് ആൻഡ് വെന്റിലേറ്റ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ പറഞ്ഞു ഹാർട്ട് റേറ്റ് 60 to 100 ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ വെന്റിലേഷൻ. ഓക്കെ, മെയിൻ ആയിട്ട് വെന്റിലേഷൻ കൊടുക്കാം. അത് ആംബു ബാഗ് വെച്ച് കൊടുക്കാം, ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ, അല്ലെങ്കിൽ ആംബു ബാഗ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫേസ് മാസ്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സബ്ഗ്ലോട്ടിക് ആയിട്ടുള്ള എയർവേസ്, നമ്മുടെ ലാരിഞ്ചിയൽ മാസ്ക് എയർവേ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ക്ലിയർ? ദെൻ ഇനി അഥവാ നമുക്ക് ഹാർട്ട് റേറ്റ് ലെസ് ദാൻ 60 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? നമ്മൾ ചെയ്യേണ്ടതാണ് ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പ്ലസ് എന്തും കൂടെ സ്റ്റാർട്ട് ചെയ്യണം? വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെസ്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് വേറെയാണ്. അതേസമയം വെന്റിലേഷൻ മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റേറ്റ് എത്രയാണ് പറയുന്നത്? 30 to 60 ആണ് പറയുന്നത്. 40 to 60 ആയിരുന്നു പണ്ടത്തത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും. 30 to 60 ആണ് നമ്മൾ വെന്റിലേഷൻ മാത്രം കൊടുക്കുന്നത്. 60 to 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെന്റിലേഷൻ മാത്രമാണ് കൊടുക്കുന്നത്, കംപ്രഷൻ കൊടുക്കുന്നില്ല. അതിന്റെ റേറ്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിൽ ചെസ്റ്റ് കംപ്രഷൻ പ്ലസ് വെന്റിലേഷൻ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ദാറ്റ് ഈസ് 90:30 ആണ് നമ്മൾ കൊടുത്തിരിക്കേണ്ടത്. ഓക്കെ, 90 ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുക പ്ലസ് 30 വെന്റിലേഷൻസ് കൊടുക്കുക. ഇനി എങ്ങനെ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കാൻ പറ്റും? ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂ ബോൺസിൽ? വെരി ഗുഡ്. നമുക്ക് തമ്പ് ടെക്നിക് ഉണ്ട്, 2 finger method, thumb encircling method. വെരി ഗുഡ്. നമുക്ക് അടുത്തൊരു മെത്തേഡ് ആയിരുന്നു 2 finger മെത്തേഡ്, അല്ലെ? 2 finger മെത്തേഡും ഉണ്ടായിരുന്നു, 2 thumb മെത്തേഡും ഉണ്ട്. കറന്റ്ലി നമ്മുടെ NRP 9th എഡിഷൻ എന്ത് റിമൂവ് ചെയ്തു? 2 finger മെത്തേഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പം ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്, ദാറ്റ് ഈസ് 2 thumb ടെക്നിക്. ക്ലിയർ? ഇത് ക്ലിയർ ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും? ഇനി ഇനീഷ്യൽ FiO2 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഇനീഷ്യൽ FiO2 തൊട്ട് മുന്നേ നമ്മൾ ടാർജറ്റ് SpO2 എന്ന് പറയുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട്. ടാർജറ്റ് SpO2 എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ SpO2 പ്രോബ് കണക്ട് ചെയ്യാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഇതിൽ ഈ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് പണ്ട് ടാർജറ്റ് ഓക്സിജൻ സാച്ചുറേഷൻ ഇതും കൂടെ കൊടുക്കും ഇതിന്റെ കൂട്ടത്തില്. ഓക്കെ, ടാർജറ്റ് SpO2 എന്ന് പറയുന്നത് പണ്ടത്തെ ഓൾഡിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 1 മിനിറ്റില് പറയുന്നുണ്ടായിരുന്നു, ദാറ്റ് ഈസ് 60 to 65. 2 മിനിറ്റ്സിൽ നമ്മൾ പറയുന്നത് 70 to 75%. സോറി, 2 മിനിറ്റ്സിൽ നമ്മൾ പറയുന്നത് 65 to 70%. ഓക്കെ, 3 മിനിറ്റ്സിൽ 70 to 75%. ഓക്കെ, then
4 മിനിറ്റ്സിൽ 75 to 80%, 5 മിനിറ്റ്സിൽ 80 to 85%, 10 മിനിറ്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 85 to 95% ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് 100% സാച്ചുറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 100% സാച്ചുറേഷനിൽ ആകെ 95% ഉള്ളൂ, അല്ലെങ്കിൽ 85% ഉള്ളൂ, നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ട് കുട്ടീനെ നമുക്ക് ഇന്റിബേറ്റ് ചെയ്താലൊന്നും ചോദിക്കരുത്. കാരണം അതൊരു നോർമലാണ്. ഓക്കെ, ഇപ്പൊ ടാർഗറ്റ് SpO2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മിനിറ്റിൽ കുട്ടീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 to 65% ആയിരുന്നു മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ NRP 9th എഡിഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ 1 മിനിറ്റിലുള്ളത് അങ്ങ് റിമൂവ് ചെയ്തു. ഓക്കെ, റിമൂവ്. നമ്മൾ 1 മിനിറ്റിൽ SpO2 നോക്കാൻ പോകണ്ട, 2 മിനിറ്റ്സിൽ മാത്രം കൗണ്ട് ചെയ്താൽ മതി. കാരണം 1 മിനിറ്റിൽ നമുക്ക് അഥവാ കിട്ടും. ഓക്കെ, സാച്ചുറേഷൻ ഒക്കെ കിട്ടുണ്ടാവും, പക്ഷെങ്കിൽ അതൊരിക്കലും നമുക്ക് റിലയബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 1 മിനിറ്റ് SpO2 റിമൂവ് ചെയ്തു. ക്ലിയർ? ഇനി അടുത്തതാണ് ഇനീഷ്യൽ FiO2 സ്റ്റാർട്ട് ചെയ്യുന്നതിലും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം മോർ ദാൻ 35 വീക്സ് ആണെന്നുണ്ടെങ്കിൽ 21% തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 21% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം എയറിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അഥവാ പിന്നെ കുട്ടി കരയാത്തത് ഒരു 36ാമത് അല്ലെങ്കിൽ 37ാമത്തെ ആഴ്ചയാണെന്ന് വിചാരിക്കും. ആംബു ബാഗ് കൊടുക്കണം, അതിൽ ഓക്സിജൻ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ റൂം എയറിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി അഥവാ ബേബി 32 to 34 വീക്സിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 21 to 30% നമുക്ക് കൊടുക്കാം. ഒരു 2 to 4 ലിറ്റേഴ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 6 ലിറ്റേഴ്സിലൊക്കെ നമുക്ക് കൊടുക്കാം. 2 ലിറ്റേഴ്സിന്റെ മതിയാവും. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ഏകദേശം 21 to 30% കിട്ടും. 34 വീക്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം മോർ ദാൻ 30% ഉപയോഗിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 to 4 ലിറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ റെട്രോലെന്റൽ ഫൈബ്രോബ്ലേഷ്യ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി പോലുള്ള കണ്ടീഷൻസ് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ന്യൂ ബോൺസിലും എസ്പെഷ്യലി പ്രീ ടൈം ന്യൂ ബോൺസിലും നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെപ്പ്. അപ്പോ ഞാൻ NRP ഇതാണ് പഴയത്, ഇത് 8th എഡിഷൻ ആണ്, 9th എഡിഷൻ ആണ്. അപ്പോ ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ സംഭവങ്ങളൊക്കെ സെയിം ആണ്. ഇനി എവിടെയാണ് മാറ്റം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതില് ടേം, ഗുഡ് ടോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒക്കെ തൊട്ടു മുന്നേ ചെയ്യുന്നത്, കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആദ്യം ഇപ്പൊ നോക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനീഷ്യേറ്റ് കോഡ് മാനേജ്മെന്റ് പ്ലാൻ. അതാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കോഡ് മാനേജ്മെന്റ് പ്ലാൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? അതിൽ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ്. ഓക്കെ, ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ്. അപ്പം ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 സെക്കൻഡ്സിലേക്കാണ്. ഓക്കെ, 60 സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. മുന്നേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഞ്ച് ആയിരുന്നു ഒരു 40 to 60 സെക്കൻഡ്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ 30 to 60 സെക്കൻഡ്സ്. ഇതിന്റെ നമ്മൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ഡേറ്റ് ഉണ്ട്. ഇതില് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് പണ്ടത്തെ ഇതില് NRP 8th എഡിഷനിൽ 30 to 60 സെക്കൻഡ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ 9th എഡിഷനിൽ 30 അങ്ങോട്ട് മാറ്റി 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 60 സെക്കൻഡ്സ് തന്നെ ചെയ്യണമെന്ന്. ഓക്കെ, അതാണ് ആദ്യത്തെ വ്യത്യാസം. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും PPV എന്ന് പറഞ്ഞിട്ടുള്ള ടേമാണ് ഇവിടെ ഉപയോഗിച്ചത്. അതേസമയം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടേമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ടാർഗറ്റ് SpO2 ഒരു വ്യത്യാസമാണ്. ടാർഗറ്റ് SpO2 സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മിനിറ്റ്സിലാണ്. ഇതിൽ ചെറിയ ഇമേജ് ആണ്, അതുകൊണ്ട് കാണാൻ ചിലപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം ഇവിടെ പണ്ടത്തെ എഡിഷനിലാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കുട്ടികളിൽ അഡ്രിനാലിൻ കൊടുക്കോ? ന്യൂനേറ്റൽ റെസിസിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അഡ്രിനാലിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കൂ നമ്മള് ന്യൂനേറ്റൽ റെസിസിറ്റേഷൻ സമയത്ത്? റുട്ടീനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഇൻഡിക്കേഷൻ എപ്പോഴാണ്? നമ്മൾ പൊതുവെ CPR കൊടുക്കുന്ന സമയത്ത് അഡ്രിനാലിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പൊതുവെ ആളൊക്കെ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ അഡ്രിനാലിൻ കൊടുക്കും അല്ലെ? എവറി 3 to 5 മിനിറ്റ്സ് കൂടുമ്പോഴേ നമ്മൾ കൊടുക്കും അല്ലെ? അതേസമയം ന്യൂനേറ്റൽ റെസിസിറ്റേഷൻ എപ്പോഴാണ് അഡ്രിനാലിന്റെ ഇൻഡിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് if heart rate remains less than 60. If heart rate remains
less than 60 beats per minute at least for 30 seconds. Okay, 30 seconds of effective PPV, effective ventilation കൊടുത്താൽ മതി. effective ventilation നമ്മൾ 30 സെക്കൻഡ്സോളം എഫക്റ്റീവ് വെന്റിലേഷൻ കൊടുത്തു, എന്നിട്ടും ഹാർട്ട് റേറ്റ് ലെസ് ദാൻ 60 ബീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? അഡ്രിനാലിൻ കൊടുക്കണം. ഇനി അഡ്രിനാലിൻ എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അഡ്രിനാലിന്റെ ഡോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിഫേർഡ് റൂട്ട് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിഫേർഡ് റൂട്ട് എന്ന് പറയുന്നത് അംബിലിക്കൽ വീനസ് കത്തീഡ്രൈസേഷൻ ആണ്, UVC, അംബിലിക്കൽ വെയിൻ കത്തീഡ്രൈസേഷൻ. അതാണ് IV റൂട്ടായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നെ ഡോസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇത് അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിൽ കൊടുക്കണം? IO ആയിട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് ഇൻട്രോഷ്യസ് റൂട്ടിലൂടെ കൊടുക്കണം. ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഡോസ് എന്ന് പറയുന്നത് 1:10,000. ഡൈല്യൂഷൻ ഓഫ് അഡ്രിനാലിൻ എന്ന് പറയുന്നത് 1:10,000 ആണ്. അതിന്റെ ഡോസ് എന്ന് പറയുന്നത് 0.02 mg per kg ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അഥവാ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ 0.2 ml per kg ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മുന്നേ നമ്മൾ വേറൊരു റൂട്ടും കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ET, എൻഡോട്രക്കിയൽ ട്യൂബ് വഴി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് നോട്ട് റെക്കമെൻഡഡ് ആണ്. അതിന്റെ ഡോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹയർ ഡോസ് ആണ്. ദാറ്റ് ഈസ് 0.1 mg per kg അല്ലെങ്കിൽ 1 ml per kg ആയിട്ടായിരുന്നു നമ്മൾ ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം UVC അല്ലെങ്കിൽ അഥവാ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രോഷ്യസ് ആയിട്ട് കൊടുക്കാൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ന്യൂനറ്റൽ റെസിസിറ്റേഷനിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ അഥവാ വെന്റിലേഷന്റെ ഒരു കറക്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ അതിനെയാണ് MR SOPA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ M മീൻസ് മാസ്ക് അഡ്ജസ്റ്റ്മെന്റ്, R means reposition, S means suction, O means open mouth, P means pressure കൊടുക്കുക, പ്രഷർ ബ്രെത്ത് കൊടുക്കുക, A means artificial air കൊടുക്കുക. ഓക്കെ, ഇനി ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് ഉള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ്, ഇനി എപ്പോഴാണ് നമുക്ക് ഇത് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് എത്ര മിനിറ്റ് ചെയ്യണം? കുട്ടി കരഞ്ഞില്ല, നമ്മൾ കുറച്ചധികം സമയം ചെയ്തു, എപ്പൊ നമുക്ക് റെസിസിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം? ഹാർട്ട് റേറ്റ് 100 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഹാർട്ട് റേറ്റ് അപ്പൊ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അത് ഒബ്വിയസ്ലി കരഞ്ഞു അല്ലേ? ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി അഥവാ കരഞ്ഞിട്ടില്ല, ഓക്കെ, ഒരു 10-15 മിനിറ്റോളം നമ്മൾ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. വേണോ? ആവശ്യമില്ല അല്ലേ? വേണ്ട. അപ്പൊ എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻസ് ഓഫ്, അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് എനിക്ക് തോന്നുന്നു DM പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻഡിക്കേഷൻസ് ഫോർ വിത്ത് ഹോൾഡിംഗ് റെസിസ്റ്റേഷൻ. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിക്ക് പഠിച്ചു വെച്ചോ, കാരണം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് ആസ്പിറന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അപ്പൊ ഇൻഡിക്കേഷൻസ് ഫോർ വിത്ത് ഹോൾഡിംഗ് റെസിസ്റ്റേഷൻ, ഫസ്റ്റ് വൺ ഈസ് no return of heart rate after 10 minutes. നമ്മൾ 10 മിനിറ്റോളം നല്ല രീതിക്ക് പരിശ്രമിച്ചു, 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഹാർട്ട് റേറ്റ് പിക്കപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഇനി അഥവാ 10 മിനിറ്റ് കുട്ടി കഴിഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാവും, വെറും 10 മിനിറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഹാർട്ട് റേറ്റ് നോർമൽ ആയാലോ? ഓക്കെ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി, ഇനി അഥവാ കുട്ടി ജീവിക്കുന്നു വിചാരിക്കും, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എന്താ പറയാ ഒരു അപ്രതീക്ഷിതമായിട്ട് കുട്ടി അങ്ങ് ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കുട്ടിക്ക് പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. ചിലപ്പം കുട്ടി കോമയിലായിരിക്കും. അങ്ങനെയുള്ള നമ്മളിപ്പോ CPR ഒക്കെ ചെയ്തിട്ട് ചില വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പോകും അല്ലെ? ചില പിന്നെ പേഷ്യൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് CPR ഒക്കെ കൊടുക്കും, കുറേ നേരം കൊടുത്തിട്ട് നമ്മളത് പേഷ്യന്റ് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയും അല്ലേ? പിന്നെ പക്ഷെ രക്ഷപ്പെടുത്തി എങ്ങനെയായിരിക്കും? ആള് കോമയിലായിരിക്കും, ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെങ്കിൽ ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കണ്ണു തുറക്കും, ചിലപ്പോൾ ഒരു കോട്ടുവായിടും അല്ലെ? അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. കോമയിലും അല്ല. അത്തരത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഓർഗൻ ഡൊണേഷൻ ഒരു പിന്നെ കടാവറായിട്ട് മാത്രം ആക്ട് ചെയ്യുന്ന തരത്തിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫാമിലിക്കൊന്നും യാതൊരു എന്താ പറയാ ഒരു യൂസ് ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അത് ആൾക്കാരെ രക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ
അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോ റിട്ടേൺ ഓഫ് ഹാർട്ട് റേറ്റ് ഈവൻ ആഫ്റ്റർ 10 minutes ഓഫ് റെസിസിറ്റേഷൻ. നമ്മൾ 10 മിനിറ്റ് ട്രൈ ചെയ്തിട്ടും ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്ത് ഹോൾഡിംഗ് എന്ന് നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഇനി ജസ്റ്റേഷണൽ ഏജ് ലെസ് ദാൻ 22 weeks ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അഥവാ ബേബി ബിറ്റ്വീൻ 22 to 24 weeks ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ എടുത്തിട്ട് വേണം നമ്മൾ കെയർ ഗിവറിന്റെയും അതേപോലെ തന്നെ പാരന്റ്സിന്റെ ഒക്കെ ഡിസിഷൻ നോക്കിയിട്ട് വേണം റെസിസിറ്റേഷൻ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി അഥവാ നാലാമത്തെയാണ് കൺജനിറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് ഒരു കൺജനിറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ട്, നമ്മള് കുട്ടീനെ രക്ഷിച്ചുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് പിന്നെ ട്രൈസോമി 13 ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസണുകൾ നമ്മൾ പറയുന്നത്. ദീസ് ആർ ദി ഇൻഡിക്കേഷൻസ് ഫോർ വിത്ത് ഹോൾഡിംഗ് റെസിസിറ്റേഷൻ. ഓക്കെ, ഇനി മറ്റ് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റിലുള്ള 2-3 പോയിന്റ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് 60 secondsന്റെ കാര്യം പറഞ്ഞു. 60 seconds ഈസ് ദ ഗോൾഡൻ മിനിറ്റ്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെന്റിലേഷൻ ആണ്. ഓക്കെ, വെന്റിലേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതിലെ മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഏതാന്ന് ചോദിക്കാന്ന് വിചാരിക്കും. മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുത്തു, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിസിറ്റേഷൻ ഒക്കെ കൊടുത്തു. അപ്പം എന്താണ് മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നിയോനെറ്റൽ റെസിസിറ്റേഷനെ പറ്റിയിട്ട് ഏകദേശം ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയോ? ഇത് നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ചോളാം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു NIC വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, എല്ലാവരും ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരു ഹോട്ട് ടോപ്പിക് ആണ്. ഇന്റർവ്യൂസിനൊക്കെ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ നാളെ മറ്റൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു എവരിവൺ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.